മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും റോഡ് ഇടിഞ്ഞു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കൂരിയാട് VK പടിയിലെ സർവീസ് റോഡാണ് ഇടിഞ്ഞത്. മുബഷീർ പി അക്ബറുണ്ട്. മുബഷീർ, വീണ്ടും ഈ കുരിയാട് നേരത്തെ ഇടിഞ്ഞ സ്ഥലത്ത് തന്നെയാണോ ഇടിവുണ്ടായിരിക്കുന്നത്? കൂരിയാട് വലിയ അപകടമുണ്ടായ സംഭവം സംഭവം നടന്ന മേഖലയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ VK പടി ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അരുൺകുമാർ, ഇന്ന് രാവിലെയാണ് ആ ഒരു മേഖലയിലെ നാട്ടുകാർ ഈ ഒരു സംഭവം കാണുന്നത്. VK പടി ഭാഗത്ത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന സർവീസ് റോഡിന്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും അവിടെ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും താഴേക്ക് ഇരുന്ന ആ രീതിയിൽ കാണാൻ സാധിക്കും. അവിടെ ഒരു കിണർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാൻ സാധിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നൊരു മേഖലയാണ്. നേരത്തെ കൂരിയാട് അപകടമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അതിനോട് ചേർന്ന് തൊട്ടടുത്ത മേഖലകളിലൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള അപകട ഭീഷണി നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കൊളപ്പറമ്പ് എന്ന് പറയുന്ന തൊട്ടടുത്ത മേഖലയിൽ താഴ്ഭാഗത്തു കൂടി പോകുന്ന ദേശീയപാതയുടെ ഓവുചാൽ പൂർണ്ണമായിട്ടും തകർന്നിരുന്നു. അവിടെ സ്ഥലം MLA PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിക്കൊണ്ട് ഗതാഗതം പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം, അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, പുനഃപരിശോധന നടത്തണം, ആ രീതിയിലൊരു ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അവിടെ നിർമ്മാണം പുനരാരംഭിക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് തൊട്ടടുത്ത മേഖലയിലും സമാനമായിട്ടുള്ളൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. സർവീസ് റോഡ് തന്നെയാണ് ഇത്. കുരിയാടൊക്കെ തന്നെ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ VK പടി ഭാഗത്തു കൂടിയാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള കൊളപ്പുറം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലെ സർവീസ് റോഡും ഇടിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ മറ്റു മേഖലകളിലൂടെ കടത്തിവിടേണ്ട ഒരു സാഹചര്യമുണ്ട്. വലിയ വാഹനങ്ങളൊന്നും തന്നെ നിലവിൽ ആ ഒരു മേഖലയിലൂടെ കടത്തിവിടാൻ സാധിക്കില്ലെന്നാണ് നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത്. സമാനമായ രീതിയിൽ വീടുകളുടെ ചുറ്റുമതിൽ ഉൾപ്പെടെ വിള്ളലേൽക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് എന്നുള്ളതാണ്. ഈ കൂരിയാട് വലിയ ഒരു അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് സമീപ പ്രദേശങ്ങളിലേക്കും അപകട ഭീഷണിയും അപകടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺകുമാർ, നാട്ടുകാർ നേരത്തെ തന്നെ കൂരിയാട് ഒരു മേൽപ്പാലം വേണമെന്നൊരു ആവശ്യം പറഞ്ഞതാണ്. അല്ലാത്ത പക്ഷം സമാനമായ രീതിയിൽ വിള്ളലുകൾ രൂപപ്പെടും, അത് അപകടമുണ്ടാക്കും, വാഹനങ്ങൾക്കും ഇതിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അത്തരമൊരു ഘട്ടത്തിലായിരുന്നു കൂരിയാടും അപകടമുണ്ടായിരുന്നത്. എന്തായാലും VK പടിയിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അരുൺകുമാർ.